ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭുവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചതാണ്. അപ്പൊ അതില് വോളിയം 1 കൗസല്യ മാതാജി പ്രഭുപാദുമായിട്ട് ഒരു ഇന്ററാക്ഷൻ അത് പറയുന്നുണ്ട്. കൗസല്യ മാതാജിയും യമുന മാതാജിയും ശ്രീല പ്രഭുപാദ് അമൃത്സറിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഡയറമാസ് ഉണ്ടാക്കാനും ബാക്കിയുള്ള ഡേറ്റി പാരഫ്രങ്ങിയിലേക്ക് പഠിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ രണ്ടുപേരും അവിടെ പോയി. പക്ഷെ അവര് അത്രയും ഉത്സാഹം ഉണ്ടായിരുന്നു ആ രണ്ട് മാതാജിമാർക്കും. അവര് അവിടെ വെച്ച് ആൾക്കാരെ പ്രീച്ച് ചെയ്യുകയും പിന്നെ പ്രഭുപാദിനെ അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലുള്ള അവരൊക്കെ പ്രഭുപാദിനെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയും അങ്ങനെ അവിടെ ടെമ്പിൾ വരികയൊക്കെ ചെയ്തു. അപ്പൊ ആ സമയത്ത് പ്രഭുപാദ് അവിടെ വരുമ്പം ഇവർക്ക് കുറച്ച് പേഴ്സണൽ ഇൻസ്ട്രക്ഷൻസ് പ്രഭുപാദ് കൊടുത്തിരുന്നു. പ്രഭുപാദ് അവരോട് പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന ഓരോ ഹാബിറ്റ്സും ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം ചുറ്റുമുള്ളവരെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് പ്രഭുപാദ് പറഞ്ഞു. പ്രഭുപാദ് അതിനകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞത്, ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ പ്രഭുപാദ് കാണിച്ചു കൊടുത്തു, ഒരു പഴം നമ്മളത് പീൽ ചെയ്യുന്നത് പോലും വലത്തെ കൈ മാത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് പ്രഭുപാദ് അതിനകത്ത് കാണിച്ചു. പിന്നെ വെള്ളം കുടിക്കുമ്പം ചുണ്ടിൽ ടച്ച് ചെയ്യാതെ വേണം കുടിക്കാൻ. ഇങ്ങനെയൊക്കെ നിർദ്ദേശങ്ങൾ പ്രഭുപാദ് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു, എല്ലാവരും നിങ്ങളെ വാച്ച് ചെയ്യാണ്. എല്ലാവരും എന്താ വാച്ച് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിച്ചതെന്നാണ് അവർ വാച്ച് ചെയ്യുന്നതെന്ന്. അപ്പം അതിലൂടെ പ്രഭുപാദ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തത്, നമ്മൾ ഓരോ വ്യക്തികളും പ്രഭുപാദിന്റെ ഫോളോവേഴ്സ് മറ്റുള്ളവർക്ക് പ്രഭുപാദിനെ മനസ്സിലാക്കാനുള്ള ഒരു ഡോറാണ് എന്നുള്ളത് പ്രഭുപാദ് അത്രയും ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളത് പ്രഭുപാദ് അവർ മനസ്സിലാക്കി. പക്ഷെ ഇങ്ങനെ ചില ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുമെങ്കിലും പ്രഭുപാദ് അതേസമയം ഒരു പ്രൊട്ടക്റ്റീവ് നേച്ചറും പ്രഭുപാദ് കാണിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു അമൃത്സറിൽ വെച്ച് മാതാജിമാര് ഒരു കീർത്തനം ചെയ്തു, വൈഷ്ണവ ഭജൻസ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ആ സദസ്സിലിരുന്ന ഒരു വ്യക്തി പറഞ്ഞു, നിങ്ങളുടെ സംസ്കൃതത്തിലെ ശരിയായ ഉച്ചാരണം ശരിയല്ല, അത് ശരിയായിട്ട രീതിയിലല്ല ഉച്ചരിക്കുന്നത്. അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തു. പെട്ടെന്ന് പ്രഭുപാദ് റൈസ് ചെയ്ത് സംസാരിച്ച് അവരോട് പറഞ്ഞു, ഇവരുടെ ഡിവോഷന്റെ 1/10 പോലും നിങ്ങൾക്കില്ല, 10-1 പോലും നിങ്ങൾക്കില്ല. പിന്നെ നിങ്ങൾക്ക് എന്താണ് അവരെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അധികാരം എന്നിങ്ങനെ ആ സദസ്സിലുള്ളവരോട് പ്രഭുപാദ് തിരിച്ചു ചോദിച്ചു. അപ്പം കൗസല്യ മാതാജി പറയുന്നത്, ഒരേ സമയം തന്നെ കുട്ടികളുടെ തെറ്റുകൾ ഓരോന്നായി ചൂണ്ടിക്കാണിച്ച് അത് ശരിയാക്കുകയും ചെയ്യും. അതേസമയം തന്നെ കുട്ടികളെ മറ്റുള്ള